liberate our country, to have dignity, to have respect, to have our mere human rights is something as essential as life itself. ഇന്നലെ ഗസയുടെ 2ാം വാർഷികമായിരുന്നു. നമ്മൾ പലസ്തീൻ എന്ന് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ സംഘികളും ക്രിസംഖികളും ഇസ്രായേൽ പ്രേമികളും പറയും 2023 ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ച് കൂട്ടക്കൊല നടത്തി എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെച്ചതിന്റെ 2ാം വാർഷികമെന്ന്. അതുവരെ പലസ്തീനും ഗസയും ഇസ്രായേലും ഒക്കെ ഭയങ്കര സന്തോഷമായി ജീവിക്കായിരുന്നു എന്ന് തോന്നി ഇവരുടെ പറച്ചിൽ കേട്ടാൽ. വേറെ ചിലർ ചോദിക്കും, എന്താ ഗസയിലെ വംശഹത്യക്ക് മാത്രം ഇത്ര പ്രത്യേകത, നിങ്ങൾ നൈജീരിയയെ കുറിച്ച് പറയൂ എന്ന്. ഇതൊക്കെ കേട്ട് ഇവരൊക്കെ എന്താ ഇങ്ങനെയെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് രാഷ്ട്രീയ നിരീക്ഷകനും നിരൂപകനും അധ്യാപകനുമൊക്കെയായ ഡോക്ടർ ടി ശ്രീകുമാർ എഴുതിയ ഒരു കിഡിലൻ FB കുറിപ്പ് കാണാനിടയായത്. എല്ലാവരുടെയും എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി അതിലുണ്ട്. അത് നിങ്ങളോട് പറയാതിരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം എഴുതിയത് അതുപോലെ ഞാൻ വായിക്കാം. പലസ്തീനിലെ ഏറ്റവും സ്വാധീനമുള്ള ബുദ്ധിജീവികളിൽ ഒരാളായിരുന്നു 1936 ജനിച്ച ഗസാൻ കനഫാനി. 1972 ജൂലൈ 8 ബെയ്റൂട്ടിൽ 36 വയസ്സുള്ള കനഫാനിയും 17 വയസ്സുള്ള മരുമകൾ ലാമീസ് നജീബും തങ്ങളുടെ കാറിൽ ഓസ്റ്റിൻ 1100 കയറി എഞ്ചിൻ തുറന്നപ്പോൾ മൊസാദ് അതിൽ ഘടിപ്പിച്ചിരുന്ന കാർ ബോംബ് പൊട്ടി. എല്ലാവരും അപ്പോൾ തന്നെ കൊല്ലപ്പെട്ടു. കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം മൊസാദ് ഏറ്റെടുക്കുകയും ചെയ്തു. പലസ്തീനിലെ അന്നത്തെ പ്രധാന വിപ്ലവ സംഘടനയെ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പാലസ്തീൻ പൂർണ്ണമായും പിന്തുണച്ചിരുന്ന കനഫാനിയുമായി 1970 ഒക്ടോബറിൽ, അതായത് കൃത്യം 55 വർഷം മുമ്പ് ABC ന്യൂസിന്റെ ലേഖകൻ റിച്ചാർഡ് കാൾട്ടൺ നടത്തിയ ഒരു അഭിമുഖ സംഭാഷണം. പലസ്തീൻ പ്രശ്നം 2025 ഹമാസിന്റെ മിസൈൽ ആക്രമണത്തോടെ ആരംഭിച്ചു എന്ന് കരുതുന്നവർക്ക് മാത്രമല്ല, ആക്രമണത്തിന്റെ ധാർമ്മികത അളക്കുന്നവരും വായിച്ചിരിക്കേണ്ടതാണ്. ഇന്ന് ചോദിക്കപ്പെടുന്ന അതേ വിഡ്ഢി ചോദ്യങ്ങൾ അയാൾ ഉന്നയിക്കുന്നു. ഇന്ന് ഹമാസിന് പറയാനുള്ള മറുപടി അന്ന് കനഫാനി പറയുന്നു. ഇത്രയും ദുരന്തങ്ങളും മരണങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഗസ കീഴടങ്ങുന്നില്ല എന്നറിയാനും അഭിമുഖത്തിൽ നിന്നുള്ള ഈ ഒരൊറ്റ ഭാഗം വായിച്ചാൽ മതി. ഇതിനേക്കാൾ കൃത്യതയോടെ ഈ പ്രശ്നം മനസ്സിലാക്കാൻ കഴിയില്ല. അദ്ദേഹത്തോടുള്ള ഒരു ചോദ്യം 55 വർഷം മുമ്പ് ചോദിച്ചൊരു ചോദ്യം, Why won't your organization engage in peace talks with the Israelis? നിങ്ങളുടെ സംഘടന ഇസ്രായേലികളുമായി സമാധാന ചർച്ചകളിൽ ഏർപ്പെടാത്തത് എന്തുകൊണ്ടാണ്? You don't mean exactly peace talks, you mean capitulation, surrendering. കനഫാനിയുടെ ഉത്തരം, സമാധാന ചർച്ചകൾ എന്നല്ലല്ലോ നിങ്ങൾ ഉദ്ദേശിച്ചത്, അടിയറവ്, കീഴടങ്ങൽ എന്നല്ലേ ഉദ്ദേശിക്കുന്നത്. കാൾട്ടന്റെ അടുത്ത ചോദ്യം, എന്തുകൊണ്ട് വെറുതെയെങ്കിലും നിങ്ങൾക്കൊന്ന് സംസാരിച്ചുകൂടെ? കനഫാനി, ആരോടാണ് സംസാരിക്കേണ്ടത്? കാൾട്ടന്റെ അടുത്ത ചോദ്യം, ഇസ്രായേലി നേതാക്കളോട് സംസാരിക്കണം. കനഫാനി മറുപടി പറയുന്നു, വാളും കഴുത്തും തമ്മിലുള്ള സംഭാഷണമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കാൾട്ടൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ശരി, മുറിയിൽ വാളുകളോ തോക്കുകളോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാമല്ലോ. കനഫാനി, ഇല്ല, ഒരു കൊളോണിയലിസ്റ്റ് ശക്തിയും ഒരു ദേശീയ വിമോചന പ്രസ്ഥാനവും തമ്മിൽ ഒരു സംഭാഷണവും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. കാൾട്ടൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, എന്നാലും വെറുതെ ഒന്ന് സംസാരിച്ചുകൂടെ? കനഫാനി, എന്തിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്? കാൾട്ടൻ, യുദ്ധം ചെയ്യാതിരിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് സംസാരിക്കാമല്ലോ. കനഫാനി, നോട്ട് ഫൈറ്റിംഗ് ഫോർ വാട്ട്, യുദ്ധം ചെയ്യാതിരിക്കേണ്ടത് എന്തിനു വേണ്ടിയാണെന്നാണ് ചോദിക്കുന്നത്. കനഫാനി തിരിച്ച് കാൾട്ടൻ ചോദിക്കുന്നു, എന്തിനു വേണ്ടിയാണെങ്കിലും യുദ്ധം ചെയ്യാതിരിക്കാൻ. കനഫാനി, സാധാരണയായി ആളുകൾ പോരാടുന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ താങ്കൾക്ക് എന്നോട് എന്തുകൊണ്ട് ഞങ്ങൾ എന്തിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് പോലും പറയാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയൂ, എന്തിനാണ് യുദ്ധം നിർത്തുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത്? എന്തിനു വേണ്ടിയാ? കാൾട്ടൻ, യുദ്ധം നിർത്താൻ വേണ്ടി സംസാരിക്കാമല്ലോ. മരണം, ദുരിതം, നാശം, വേദന എല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി. കനഫാനി, ആരുടെ ദുരിതവും നാശവും വേദനയും മരണവും എന്ന് തിരിച്ചെടുത്ത് ചോദിക്കുകയാണ്. കാൾട്ടൻ പറയുന്നു, പലസ്തീനികളുടെ, അറബികളുടെ, ഇസ്രായേലികളുടെ. കനഫാനി മറുപടി പറയാണ്, കഴിഞ്ഞ 20 വർഷമായി കൂട്ടക്കൊല ചെയ്യപ്പെടുന്ന, സ്വന്തം മണ്ണിൽ നിന്ന് വേരോടെ പിഴുതെറിയപ്പെട്ട, അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് തള്ളപ്പെട്ട, പട്ടിണിയിൽ കഴിയുന്ന പലസ്തീനികൾ എന്ന പേര് പോലും ഉപയോഗിക്കാൻ വിലക്കപ്പെട്ട പലസ്തീൻ ജനതയുടേതാണോ എന്ന്. എന്തൊരു ശക്തമായ മറുപടിയാണ്. ഞാൻ ശരിക്കും ഇത് വായിച്ചിട്ട് തരിച്ചിരുന്നു പോയി. ശരിക്കും പറഞ്ഞാൽ വീഡിയോ കണ്ട് ഞെട്ടിപ്പോയി. ഇത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സെർച്ച് ചെയ്താലും ഇത് കാണാൻ പറ്റും. അപ്പോൾ കാൾട്ടൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, അവർ അങ്ങനെ കഴിയുന്നതല്ലേ മരിക്കുന്നതിനേക്കാൾ ഭേദമെന്ന്. കനഫാനി,
നിങ്ങൾക്ക് അങ്ങനെയായിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തെ സ്വതന്ത്രമാക്കുക, അന്തസ്സുണ്ടായിരിക്കുക, ആത്മാഭിമാനം ഉണ്ടായിരിക്കുക, ഞങ്ങളുടെ കേവലമായ മനുഷ്യാവകാശങ്ങൾ അംഗീകരിക്കപ്പെടുക എന്നിവ കൊക്കിലെ ജീവൻ പോലെ തന്നെ അനിവാര്യമായ കാര്യമാണ്. ഇതാണ് ഡോക്ടർ ടി ടി ശ്രീകുമാർ എഴുതിയ കുറിപ്പ്. ഇങ്ങനെയാണ്. ഇത്രയും ഭാഗമാണ് അദ്ദേഹം ആ അഭിമുഖത്തിൽ നിന്ന് എടുത്ത് കോട്ട് ചെയ്ത് എഴുതിയിരിക്കുന്നല്ലേ. എത്ര അത്ഭുതകരമായിരിക്കുന്നു എന്ന് നോക്കൂ. 55 വർഷം കഴിയുമ്പോഴും മാധ്യമ പ്രവർത്തകർക്കും ഇസ്രായേലി പ്രേമികൾക്കും ഇന്നും ഇതേ ചോദ്യങ്ങൾ മാത്രമേ അവരുടെ നാവിൻ തുമ്പിലുള്ളൂ. ഒരു പുതിയ ചോദ്യം പോലും അവർക്കില്ല. ധീര രക്തസാക്ഷി കനഫാനി പറഞ്ഞ മറുപടി തന്നെയാണ് ഇന്നും ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും. എല്ലാവരും കേൾക്കേണ്ട ഈ ഒരു കുറിപ്പ് മീഡിയയും പങ്കുവച്ചതിന് നന്ദി ശ്രീകുമാർ സാർ.